ബി.ജെ.പിയിൽ ചേരാനുള്ള ചർച്ചയുടെ പേരിൽ എൽ.ഡി.എഫ് കൺവീനറെ സി.പി.ഐ.എം പൊളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി പോളിംഗ് ദിനത്തിൽ തള്ളിപ്പറഞ്ഞത് മുന്നണിക്ക് തന്നെ ഞെട്ടലായി. കേരളത്തിന്റെ ചുമതലയുള്ള ബി.ജെ.പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ വന്നു കണ്ടതായി ഇ.പി. ജയരാജൻ വോട്ടെടുപ്പ് ദിവസം സമ്മതിച്ചത് മുന്നണിക്ക് ക്ഷീണവുമായി. മുഖ്യമന്ത്രി പിണറായി വിജയനും സി.പി.ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ ജയരാജൻ മുന്നണി കൺവീനറായി ഇനി എത്ര നാളെന്ന ചോദ്യവും ഉയരുന്നു. സി.പി.എം സംഘടനാ രീതി കണിശമായി പിന്തുടരുന്ന പിണറായി അതുപേക്ഷിച്ചാണ് ജയരാജനോടുള്ള അമർഷം പരസ്യമാക്കിയത്. ഒരാൾക്കെതിരെ പരാതി ഉയരുമ്പോൾ ബന്ധപ്പെട്ട കമ്മിറ്റി ചർച്ച ചെയ്ത് പാർട്ടിയുടെ അഭിപ്രായം പരസ്യമാക്കുകയാണ് രീതി. ബന്ധപ്പെട്ടയാൾക്ക് പറയാനുള്ളത് കേൾക്കാനും കേൾക്കുകയും ചെയ്യും. ഇവിടെ പാർട്ടി തല ചർച്ച നടന്നില്ല. പകരം പാർട്ടി കമ്മിറ്റികളിൽ പലപ്പോഴും പിണറായി പ്രകടിപ്പിക്കുന്ന ക്ഷോഭം പുറത്തു വരികയും ചെയ്തു. സി.പി.എം നേതൃത്വവുമായി ഉടക്കിയ സമയത്ത് ബി.ജെ.പിയുടെ പ്രലോഭനത്തിൽ ഇ.പി. കൊത്തിയത് ആ സമയത്ത് തന്നെ പിണറായി അറിയുകയും വിലക്കുകയും ചെയ്തതായി ഇപ്പോൾ പറയുന്നവരുണ്ട്. വോട്ടെടുപ്പിന്റെ തലേന്ന് മുന്നണിക്ക് ആകെ അലോസരമുണ്ടാക്കുന്ന തരത്തിൽ അക്കാര്യം ഉയർന്നപ്പോൾ ഇനി സംയമനം വേണ്ടെന്ന് പിണറായി തീരുമാനിച്ചിട്ടുണ്ടാകാം. എന്നാൽ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ മറ്റൊന്നാണ്. എൽ.ഡി.എഫ് തോൽക്കുമെന്ന് ഉറപ്പായതോടെ ആ പാപഭാരം ജയരാജന് മേൽ ചാർത്തി കൈകഴുകാനുള്ള തന്ത്രമാണ് മുഖ്യമന്ത്രിയുടേതെന്ന് അവർ കരുതുന്നു. വഴിയിൽ കൂടി പോയപ്പോൾ എന്റെ വീടാണെന്നറിഞ്ഞ് ജാവ്ദേക്കർ വന്നു കയറിയെന്നും തിരിച്ചയച്ചുവെന്നുമുള്ള ഇ.പിയുടെ വിശദീകരണം അണികൾക്ക് പോലും വിഴുങ്ങാൻ എളുപ്പമല്ല. കേന്ദ്ര കമ്മിറ്റി അംഗമായ മുതിർന്ന നേതാവ് വോട്ടെടുപ്പ് ദിവസം തന്നെ പാർട്ടിയെ ഇങ്ങനെ പരിഹാസ്യമാക്കിയത് എന്തുകൊണ്ടാണെന്നും പാർട്ടിയിൽ ചർച്ച നടക്കുന്നുണ്ട്. ദല്ലാൽ നന്ദകുമാറുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി ഒരിക്കൽ ജയരാജന് മുന്നറിയിപ്പ് നൽകിയതാണ്. ലാവ്ലിൻ വിവാദ കാലത്ത് വി.എസ്. അച്യുതാനന്ദന്റെ കാലാൾപ്പടയിലുണ്ടായിരുന്ന നന്ദകുമാർ പിണറായി ഏറ്റവും വെറുക്കുന്നവരിൽ ഒരാളാണ്. ദേശാഭിമാനി ജനറൽ മാനേജറായിരിക്കെ സാന്റിയാഗോ മാർട്ടിനുമായി ഉണ്ടാക്കിയ ബിസിനസ് ബന്ധമാണ് പിണറായി ഓർമ്മിപ്പിച്ച മറ്റൊരു ചീത്ത കൂട്ടുകെട്ട്. ജയരാജന്റെ വൈദേകം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാപനവുമായി കരാറിലായതും ബി.ജെ.പിയും എൽ.ഡി.എഫും തമ്മിലാണ് ഇവിടെ ചിലയിടത്ത് മത്സരമെന്ന് ജയരാജൻ പറഞ്ഞതും പാർട്ടിക്കും എൽ.ഡി.എഫിനുമെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണം ജയരാജനെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ മുന്നണി കൺവീനർ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞേക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംഘടനാ രംഗത്ത് ആ തലവേദന സി.പി.എമ്മിനെ കാത്തിരിക്കുന്നു. എന്നാൽ ബി.ജെ.പി പ്രവേശനം സംബന്ധിച്ച വിവാദം കോൺഗ്രസ് ബി.ജെ.പി തിരക്കഥയാണെന്ന് എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ പറയുന്നു. ഇതിന് ദല്ലാൽ നന്ദകുമാറിനെ കൂടെ കൂട്ടുകയും ചെയ്തു. പല വിഷയങ്ങളിലും വിവാദം പ്രതീക്ഷിച്ചവർ നിരാശരായെന്നും ഗൂഢാലോചനയാണ് നടന്നതെന്നും ഇ.പി. പറയുന്നു. അതേസമയം ഇ.പി. ജയരാജൻ വിഷയം സി.പി.എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. തിങ്കളാഴ്ച ചേരുന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ വിഷയം കടന്നുവരും. വോട്ടെടുപ്പ് ദിവസം സി.പി.എമ്മിനെയും ഇടതുമുന്നണിയെയും പിടിച്ചുകൊടുക്കുന്ന നിലയിലേക്കാണ് വിവാദമുയർന്നത്. ഇ.പി. ജയരാജൻ ബി.ജെ.പിയുമായി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് ദിവസം സി.പി.എമ്മിനെ വൻ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെ നടപടി വേണമെന്ന ആവശ്യം പാർട്ടിക്കകത്ത് ഉയർന്നു എന്നാണ് വിവരം. ബി.ജെ.പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തുറന്നു സമ്മതിച്ച സി.പി.എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജന്റെ നടപടി രാഷ്ട്രീയ സ്ഫോടനങ്ങൾക്കാണ് തിരിതെളിച്ചത്. പാർട്ടിയിൽ തന്നേക്കാൾ ജൂനിയറായ എം.വി. ഗോവിന്ദൻ സി.പി.എം സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം ഇ.പി. ജയരാജൻ പലതവണ നേതൃത്വവുമായി പിണങ്ങിയിരുന്നു. എങ്കിലും നേതാക്കൾ മായി അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നില്ല. ഇ.പി. വിവിധ ഘട്ടങ്ങളിൽ വിവാദങ്ങളിൽപ്പെട്ടപ്പോഴും പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് ദിവസമാണെന്നത് കണക്കിലെടുക്കാതെ മുഖ്യമന്ത്രിയും എം.വി. ഗോവിന്ദനും ഇന്നലെ പ്രതികരിച്ചു. എല്ലാം ഇ.പിയുടെ ഭാഗത്തു നിന്നുള്ള വിനയാണെന്ന തരത്തിൽ പിണറായിയും ഗോവിന്ദനും പ്രതികരിച്ചതോടെ എൽ.ഡി.എഫ് കൺവീനർ എന്ന നിലയിൽ ജയരാജന് മുന്നോട്ടു പോകാനാകുമോ എന്ന ചോദ്യവും ഉയരുകയാണ്.